പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, വിദ്യാർത്ഥികളെ, സമസ്ത ഫൈനൽ എക്സാം 3ാം ക്ലാസ് ദുറൂസുൽ ഇഹ്സാൻ കഴിഞ്ഞ ദിവസം നടന്ന മാതൃകാ ചോദ്യപേപ്പർ ഉത്തരസഹിതം പരിചയപ്പെടുത്തുന്ന നല്ല വീഡിയോ ആണ്. മുഴുവനായി തന്നെ കാണുകയാണെങ്കിൽ നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. നമുക്ക് നേരെ ചോദ്യപേപ്പർ വിശദീകരണത്തിലേക്ക് കടക്കാം. ഒന്നാമത് നിങ്ങൾക്ക് കാണാം യോജിപ്പിക്കുക. സാധാരണഗതിയിൽ എല്ലാ ചോദ്യപേപ്പറിൻ്റെ തുടക്കത്തിലും ഇതുപോലത്തെ അല്ലെങ്കിൽ ബ്രാക്കറ്റിൽ നിന്ന് തിരഞ്ഞെടുത്ത് എഴുതാനുള്ള ചോദ്യമാണ് ഉണ്ടാവാറുള്ളത്. ഇവിടെയും 7 ചോദ്യങ്ങളുണ്ട്. 7 ചോദ്യങ്ങൾക്കുള്ള ഉത്തരം അപ്പുറത്തെ കള്ളിയിൽ ഡിസോർഡറായി കൊടുത്തതായി നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇതിൽ ഒന്നാമത്തത് സൃഷ്ടികളിൽ ഏറ്റവും ദുഷിച്ചവർ, നമീമത്തിൻ്റെ പ്രവർത്തനമുള്ള ആളുകളാണ് സൃഷ്ടികളിൽ ഏറ്റവും ദുഷിച്ചവരെന്ന് പാഠത്തിലുണ്ട്. രണ്ടാമത്തത് സമ്പത്ത് ആവശ്യത്തിന് ചിലവഴിക്കാതെ പിടിച്ചു വെക്കൽ. ആരാണത്? പിശുക്ക് കാണിക്കുന്ന ആളുകൾ. ബുഖുൽ, അതാണ് ചോദിച്ചത്. ബുഖുൽ എന്ന് പറഞ്ഞാൽ പിശുക്ക് കാണിക്കുന്നവർ, പിശുക്ക് എന്നാണ് അതിൻ്റെ അർത്ഥം. മൂന്നാമത്തത് അസൂയാലു എപ്പോഴും ഏതാണ്? അസ്വസ്ഥനായിരിക്കും. അസൂയയുള്ള ആളുകൾക്ക് എപ്പോഴും അസ്വസ്ഥതയായിരിക്കും, അതാണ് ചോദിച്ചത്. നാലാമത്തത് സൽ സ്വഭാവികളുമായി കൂട്ടുകൂടുക. സൽ സ്വഭാവികളുമായി കൂട്ടുകൂടുക. 5 ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ വിരലുകൾ ഊമ്പുക. ആറാമത്തത് അതിഥികളെ ആദരിക്കൽ അഥവാ വിരുന്നുകാരെ ആദരിക്കൽ ഈമാനിൻ്റെ ഭാഗമാണ്. ഏഴാമത്തത് ലാ യദ്ഖുലുൽ ജന്നത്ത നമ്മാമുൻ, നമീമത്ത് പറഞ്ഞ് നടക്കുന്നയാൾ സ്വർഗത്തിൽ കടക്കുകയില്ല. അപ്പോൾ ഈ രൂപത്തിലാണ് നമ്മളതിനെ തിരഞ്ഞെടുക്കേണ്ടത്. ഇത് തിരഞ്ഞെടുക്കാൻ എളുപ്പത്തിൽ കഴിയണമെങ്കിൽ പാഠം നന്നായി വായിക്കണം. അതുകൊണ്ട് എല്ലാ പാഠങ്ങളും നന്നായി ഓരോരുത്തരും വായിക്കുക. ഇനി നമുക്ക് 2 വീതം എഴുതാം എന്ന രണ്ടാമത്തെ പ്രധാന ചോദ്യത്തിലേക്ക് വരാം. വായിക്കുന്നതിന് മുമ്പ് കഷ്ടപ്പെട്ട് ഇതുപോലത്തെ നല്ല നല്ല വീഡിയോകൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നതിൽ നിന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് നിങ്ങളുടെ സബ്സ്ക്രൈബാണ്. ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഒരു ലൈക്ക് ഇപ്പോൾ തന്നെ കൊടുക്കുക. അവസാനം നന്ദി അറിയിച്ച് താങ്ക്സോ അൽഹംദുലില്ലയോ കമൻറ്റിലൂടെ എഴുതി അറിയിക്കുകയും ചെയ്യുക. 2 വീതം എഴുതാം എന്നുള്ളതിൽ ഒന്നാമത്തത് നമീമത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാനുള്ള കാര്യങ്ങൾ ഒരുപാടെണ്ണം നമ്മുടെ പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതിൽ നിന്ന് 2 എഴുതിയാൽ മതി. ഒന്നാമത്തത് നല്ലവരുമായി കൂട്ടുകൂടുക. ദിക്ർ, സ്വലാത്ത് പോലുള്ള നല്ല കാര്യങ്ങൾ പതിവാക്കുക. അള്ളാഹുവിനോട് ദുആ ചെയ്യുക. ഇതൊക്കെ നമീമത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാനുള്ള കാര്യങ്ങളാണ്. ബാക്കി പാഠത്തിലുണ്ട്, പഠിച്ചു വെക്കുക. രണ്ടാമത്തത് ഈബത്തിൽ നിന്ന് അകന്നു നിൽക്കാനുള്ള മാർഗങ്ങൾ. സ്വന്തം കുറവുകൾ തിരിച്ചറിയുക. നമ്മുടെ പോരായ്മ ആദ്യം മനസ്സിലാക്കുക. ചീത്ത കൂട്ടുകെട്ടുകളിൽ നിന്ന് അകന്നു നിൽക്കുക. മറ്റുള്ളവരെ സംബന്ധിച്ച് നന്മ വിചാരിക്കുക, നല്ലത് വിചാരിക്കുക. ഇതൊക്കെ ഈബത്തിൽ നിന്ന് അകന്നു നിൽക്കാനുള്ള മാർഗങ്ങളാണ്. ബാക്കി പാഠത്തിലുണ്ട്. മൂന്നാമത്തത് അസൂയ വരുത്തുന്ന അപകടങ്ങൾ. അസൂയ നന്മകളെ നശിപ്പിക്കും. അസൂയ പരസ്പരം വെറുപ്പുണ്ടാക്കും. അസൂയാലു എപ്പോഴും അസ്വസ്ഥനായിരിക്കും. ബാക്കി പുസ്തകത്തിലുണ്ട്, പഠിച്ചു വെക്കുക. നാലാമത്തത് കോപം അടങ്ങാനുള്ള മാർഗങ്ങൾ. നിൽക്കുന്നവനാണെങ്കിൽ ഇരിക്കൽ, ഇരിക്കുന്നവനാണെങ്കിൽ കിടക്കൽ. കോപം വരുത്തുന്ന അപകടങ്ങളെ ഓർക്കൽ. ഇനി 5-മത്തത് കൽബിനെ നന്നാക്കാനുള്ള വഴികൾ. കാഫ് മാറിപ്പോയിട്ടുണ്ട്. കൽബിനെ നന്നാക്കാനുള്ള വഴികളാണ് തെറ്റായ ശീലങ്ങൾ ഒഴിവാക്കുക, നല്ലവരോട് സഹവസിക്കുക, നല്ല കാര്യങ്ങൾ ശീലമാക്കുക, ദിക്റും സ്വലാത്തും ശീലമാക്കുക. ഇതൊക്കെ കൽബിനെ നന്നാക്കാനുള്ള വഴികളാണ്. ഈ പറഞ്ഞ 5 ചോദ്യങ്ങളും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൽ നിന്നൊരു 4 ഉറപ്പായി നമുക്ക് പ്രതീക്ഷിക്കാം. അതുകൊണ്ട് ഇതിൽ പറഞ്ഞ വിഷയങ്ങൾ ഇതിൻ്റെ കൂടെ വരുന്ന പാഠപുസ്തകത്തിലുള്ള ബാക്കി കൂടെ പഠിച്ചു വെക്കുക. ഈ രൂപത്തിലല്ലെങ്കിൽ മറ്റേതെങ്കിലും രൂപത്തിൽ ചോദിച്ചേക്കാം. അടുത്ത ചോദ്യത്തിലേക്ക് വരുമ്പോൾ വ്യക്തമാക്കുക എന്ന ചോദ്യമാണ്. അതിൽ ഒന്നാമത്തത് നമീമത്ത് എന്നാൽ എന്ത്? കുഴപ്പമുണ്ടാക്കാൻ വേണ്ടി ഒരാൾ പറഞ്ഞത് മറ്റൊരാളോട് പറയലാണ് നമീമത്ത്. അപ്പം കുഴപ്പമുണ്ടാക്കാൻ വേണ്ടി ഒരാൾ പറഞ്ഞത് മറ്റൊരാളോട് പറയലാണ് നമീമത്ത്. പഠിച്ചിട്ടുണ്ടാവും.
അടുത്തത് 2 ഗീബത്ത് എന്നാൽ എന്ത്? തൻ്റെ സഹോദരനെ സംബന്ധിച്ച് അവന് ഇഷ്ടമില്ലാത്തത് പറയലാണ്. അവന് ഇഷ്ടമില്ലാത്തത് പറയലാണ്. ആരെ? തൻ്റെ സഹോദരനെ സംബന്ധിച്ച്. എല്ലാവരും തൻ്റെ സഹോദരന്മാരാണ്. അതാണ് ഗീബത്ത്. 3 അസൂയ എന്നാൽ എന്ത്? തൻ്റെ സഹോദരന് അള്ളാഹു നൽകിയ നിഅമത്ത് നീങ്ങാൻ ആഗ്രഹിക്കലാണ് അസൂയ. അപ്പോൾ തൻ്റെ സഹോദരൻ അള്ളാഹു നൽകിയ നിയമത്ത് എന്ന് പറഞ്ഞാൽ അനുഗ്രഹം നീങ്ങാൻ ആഗ്രഹിക്കലാണ് അസൂയ. 4 റിയാ എന്നാൽ എന്ത്? റിയാ എന്ന് പറഞ്ഞാൽ ആളുകൾ കാണാൻ വേണ്ടി ചെയ്യുന്നല്ലേ. മറ്റുള്ളവർ കാണാൻ വേണ്ടി ആരാധന ചെയ്യലാണ് റിയാ. 5 സൽ സ്വഭാവം എന്നാൽ എന്ത്? നല്ല വാക്കുകൾക്കും പ്രവൃത്തികൾക്കും പ്രേരകമാക്കുന്ന മാനസികമായ അവസ്ഥയാണ് സൽസ്വഭാവം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 5 ചോദ്യങ്ങൾ. ഇത് 5ഉം പഠിച്ചവർക്ക് നല്ല മാർക്ക് ലഭിക്കും. ഇനി അടുത്തത് പദ്യം പൂരിപ്പിക്കാം എന്നുള്ളതാണ്. റബ്ബിൻ്റെ സൃഷ്ടികളിൽ ഡാഷ് നാശകാരികൾ തന്നെ എന്നാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അവിടെ വിട്ടുപോയത് നമ്മൾ എഴുതി കൊടുക്കണം. റബ്ബിൻ്റെ സൃഷ്ടികളിൽ ഏറ്റവും ദുഷിച്ചവർ ഏഷണി പരത്തുന്ന നാശകാരികൾ തന്നെ. ആ ബൈത്ത് മുഴുവനായിട്ട് എഴുതി കൊടുക്കുക എന്നതാണ്. ഇനി ഇതിലെ 2 നാവിനെ സൂക്ഷിച്ചു ഡാഷ് സ്വർഗത്തിൽ ഇടം നേടാം. നാവിനെ സൂക്ഷിച്ചു നാം നാടാകെ നന്മ ചെയ്ത് നല്ലവർക്കൊപ്പം നിന്ന് സ്വർഗത്തിൽ ഇടം നേടാം. അപ്പോൾ ആ ബൈത്ത് മുഴുവനായി പഠിക്കുക. ചിലപ്പോൾ ഏതെങ്കിലും ഒന്ന് നമ്മളോട് ചോദിച്ചേക്കാം. ഇനി പൂരിപ്പിച്ച് അർത്ഥം എഴുതുക. മറ്റൊരു ചോദ്യം. ഇയാക്കും വൽ ഹസദ ഡാഷ് അന്നാറു അൽ ഹത്തബ ഫൈനൽ ഹസദ യഅ്കുലുൽ ഹസനാത്തി കമാ തഅ്കുലു നാറു അൽ ഹത്തബ. നിങ്ങൾ അസൂയയെ സൂക്ഷിക്കുക. തീ വിറകിനെ തിന്നുന്നത് പോലെ തീർച്ചയായും അസൂയ നന്മയെ തിന്നും. അതാണ് അതിൻ്റെ അറബിയും ആശയവും. അപ്പോൾ ഇത് വായിച്ചു കഴിഞ്ഞതിലൂടെ ഏത് രൂപത്തിലാണ് ചോദ്യം വരിക എന്നുള്ളത് കൃത്യമായി നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. വാർഷിക പരീക്ഷയായതുകൊണ്ട് 1 മുതൽ അവസാനത്തെ പാഠം വരെ പഠിക്കേണ്ടതുണ്ട്. എവിടെ നിന്നാണ് ചോദ്യം വരിക എന്ന് കൃത്യമായി പറയാൻ പറ്റില്ല. എന്നിരുന്നാലും അരക്കൊല്ല പരീക്ഷയ്ക്ക് ശേഷമുള്ളിടത്തു നിന്നാണ് കൂടുതൽ ചോദ്യങ്ങൾ ഉണ്ടാവുക. ആ ഭാഗങ്ങളൊക്കെ നന്നായി നോക്കുക. ഇതിൽ പറഞ്ഞത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ മാത്രമാണ്. വളരെ ഉപകാരം ചെയ്യും. ഇൻഷാ അല്ലാഹ് മറ്റു ചോദ്യപേപ്പർ കൂടെ നമുക്കിതിൽ കൊണ്ടുവരണം. അതിന് നിങ്ങളെ സപ്പോർട്ടായ സബ്സ്ക്രൈബ് ആവശ്യമാണ്. ഒരു ലൈക്ക് കൊടുക്കുക. നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ കമൻറ്റിലൂടെ നന്ദിയായി താങ്ക്സോ അൽഹംദുലില്ലയോ മറ്റോ എഴുതി അറിയിക്കുകയും ചെയ്യുക. നല്ല നല്ല വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.